അമ്മേ ഈ ചർച്ചയുമായി ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള കാണാറൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ചേട്ടനുണ്ടല്ലോ, അത് പറയേണ്ടത് ഞാനല്ലല്ലോ. ഞാനൊരു 16 വയസ്സുകാരുടെ, എനിക്ക് എപ്പോഴും എൻ്റെ ചേട്ടൻ എനിക്ക് ഫേവറേറ്റ് ആയിരിക്കും. അപ്പം അത് പറയേണ്ടത് ഞാനല്ല, ജനങ്ങളാണ്. കുഴപ്പമില്ല ചേട്ടൻ. ഞാൻ പറയാം, എനിക്കെപ്പോഴും എൻ്റെ ഇപ്പം ചേട്ടൻ്റെ ആരെങ്കിലും ബിഗ് ബോസിൽ പോയിട്ട് അവരെങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഓക്കെ ആണെന്നല്ലേ പറയുള്ളൂ. എനിക്കെപ്പോഴും എൻ്റെ ചേട്ടനാണ് എൻ്റെ ഫേവറേറ്റ്. ഓഫ്കോഴ്സ് ചേട്ടൻ ഇസ് ഡൂയിങ് ഗുഡ് എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ചേട്ടൻ അങ്ങനെ, ചേട്ടൻ കുറേയൊക്കെ അങ്ങനെയാണ്. പിന്നെ ഒരു ഐസൊലേഷനൊക്കെ എന്തായാലും എല്ലാവരെയും ബാധിക്കുമല്ലോ, അതിൻ്റെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഹീസ് ഡൂയിങ് ഗുഡ്. എൻ്റെ അച്ഛനോട് നിൽപ്പുണ്ട്, ഇങ്ങനെ കാണിക്കും. നോക്കട്ടെ എന്തായാലും. ഇപ്പം 17 ആയിട്ടല്ലേ ഉള്ളൂ, സമയം കിടക്കുകയല്ലേ. ഇവരെ സഹായിച്ച് ആ സമയത്ത് ആകുമ്പോഴത്തേനും അവർക്ക് എന്നെ വിളിക്കണം തോന്നുകയാണെങ്കിൽ നമുക്ക് പോയി നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ എൻജോയ്, പിന്നെ ബിഗ് ബോസ്. ഓക്കെ, ഞാനിപ്പോൾ പ്രത്യേകിച്ച് പ്രൊജക്ട്സ് ഒന്നുമില്ല. +2 ആണ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം അതിൻ്റെ കുറച്ച് തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ അടിപൊളിയായി നടക്കുന്നു. കുറച്ചും കൂടി ഇൻസ്റ്റയും യൂട്യൂബൊക്കെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ എന്തായാലും വർക്ക്സൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് ഷൂട്ട്സും ആഡും വർക്കൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ലുക്കിംഗ് ഫോർ അപ്കമിങ് പ്രൊജക്ട്സ്. അത്രയേ ഉള്ളൂ തൽക്കാലം. ഉപ്പുമുളകും പ്രേക്ഷകരോട് എന്താ, നിങ്ങൾ ഇത്രയും നാളും തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അതൊക്കെ പ്രതീക്ഷിക്കണം. ഇനി ഏതൊരു വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അതും സക്സസ് ആവുള്ളൂ. അപ്പം എന്നും കൂടെ ഉണ്ടാവണം, എല്ലാവരും പ്രാർത്ഥിക്കണം, കൂടെ നിൽക്കണം. ഇത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.